അവരിതുവരെ വന്നില്ലേ? ആ വിദ്യാമ്മ നട അടച്ചതല്ലേ ഉള്ളൂ. വിദ്യാമ്മ ഉടനെ വരും. ഊഹ്, ആ മുടിഞ്ഞ ബസ് യാത്ര കാരണം ശരീരം ആകെ അങ്ങ് വേദനിക്കുന്നു. ഒടുക്കത്ത് ക്ഷീണമായിപ്പോയി. എവിടെയെങ്കിലും ഒന്ന് കിടന്നാ മതിയായിരുന്നു. വിദ്യാമ്മയുടെ അനുവാദമില്ലാതെ ഇവിടെ തങ്ങുന്നത് മോശമാണ്. അതുകൊണ്ടാ വിദ്യാമ്മ വന്നിട്ട് ചോദിച്ചിട്ടാകാമെന്ന് കരുതിയത്. ഇന്നൊരു ദിവസത്തേക്ക് അവരെന്തായാലും സമ്മതിക്കും. ഇനി അതല്ല, കുറച്ചു നാളത്തേക്ക് ഇവിടെ തങ്ങാൻ അവർക്ക് അസൗകര്യമാണെങ്കില് നമുക്ക് 4 പേർക്കും കൂടി കഴിഞ്ഞ തവണത്തെ പോലെ എവിടെയെങ്കിലും റൂം എടുത്ത് തങ്ങാം. അതിന്റെയൊക്കെ ആവശ്യം എന്താ? നാളെ മൂകാംബിക ക്ഷേത്ര ദർശനം കഴിഞ്ഞ് മണിയും കൂട്ടി തിരിച്ചു പൊയ്ക്കൂടെ നിനക്ക്? അത് കൊള്ളാം. അതെന്ത് പറച്ചിലാ നിങ്ങൾ ഈ പറയുന്നേ? സുഖമില്ലാത്ത ചെറുക്കനെ കൊണ്ട് തിരിച്ചു പോയിട്ടെ ഞങ്ങൾ ഒറ്റയ്ക്ക് എന്ത് ചെയ്യാനാ? ഇവിടെ മംഗലാപുരത്ത് ഏതോ വലിയ ആശുപത്രി ഉണ്ടെന്നാ ഡോക്ടർ പറഞ്ഞത്. ആശുപത്രിയൊക്കെ ഉണ്ടാവും. പക്ഷെ അവിടെ കിടത്തി ചികിത്സിക്കണമെങ്കിൽ അതിന് തക്ക പണം വേണ്ടേ? നാട്ടിൽ വന്നിട്ട് നമുക്ക് എന്തെങ്കിലും ആലോചിച്ചിട്ട് തീരുമാനിക്കാം. അപ്പൊ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് വെറുതെ ആയെന്നാണോ നിങ്ങൾ ഈ പറഞ്ഞു വരുന്നത്? എന്നല്ലല്ലോ ഞാൻ പറഞ്ഞത്. നിങ്ങൾ വന്നതുകൊണ്ട് ശിവപ്രിയയ്ക്ക് അവളുടെ മണിച്ചേട്ടനെ കാണാൻ പറ്റിയില്ലേ? മണിക്ക് അവളെയും കാണാൻ പറ്റി. നാളെ മൂകാംബിയമ്മയെ തൊഴുതിട്ട് തിരിച്ചു പോവാം. ബാക്കിയൊക്കെ നാട്ടിലെത്തിയിട്ട് നമുക്ക് എന്താന്ന് വെച്ചാൽ ആലോചിച്ച് ചെയ്യാം. ആ, വിദ്യാമ്മ എത്തിയല്ലോ. തിരുമേനിയുടെ ഭാര്യയും മോനും എത്തിയല്ലേ? അതെ, സന്ധ്യയായി വന്നപ്പോ. അതുകൊണ്ട് വേറെങ്ങും താമസ സൗകര്യം ഏർപ്പാടാക്കാൻ പറ്റിയില്ല. ഇന്നൊരു ദിവസം മഹിമയും മോനും ഞങ്ങളോടൊപ്പം താമസിച്ചോട്ടെ വിദ്യാമ്മേ. അതിനെന്താ? അതിന് പ്രത്യേകിച്ച് അനുവാദം ചോദിക്കണോ തിരുമേനി? 1-2 ദിവസം ഇവരോട് നിൽക്കുന്നതുകൊണ്ട് എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. വിദ്യാമ്മേ, എന്റെ മകന് ഒട്ടും സുഖമില്ല. അവന്റെ ഹൃദയത്തിനാ കുഴപ്പം. വലിയൊരു ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞിരിക്കുക ഡോക്ടർ. ഞങ്ങൾക്കാണെങ്കിൽ അതിനുള്ള ഗതിയുമില്ല. അതുകൊണ്ട് മൂകാംബിക അമ്മയെ അഭയം പ്രാപിക്കാനാ എന്റെ തീരുമാനം. അതിനുവേണ്ടിയാ ഞാൻ ചെറുക്കനെയും കൊണ്ട് ഇങ്ങോട്ട് വന്നത്. അതിനെന്താ, ആയിക്കോളൂ. മൂകാംബികാമ്മയെ അഭയം പ്രാപിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. യഥാർത്ഥ ഭക്തിയും ആത്മാർത്ഥമായ പ്രാർത്ഥനയും അമ്മ സ്വീകരിക്കും. കാര്യസാധ്യത്തിനു വേണ്ടിയുള്ള വ്യാജഭക്തി അമ്മ അതുപോലെ നിരാകരിക്കുകയും ചെയ്യും. നേരെ ഒരുപാടായില്ലേ? നല്ല യാത്രാക്ഷീണം ഉണ്ടാവുമല്ലോ. എന്നാ കിടന്നോളൂ ദേവുട്ടി. എന്നാ ഇനി കിടക്കാൻ നോക്കാം. വാ. എന്തായാലും അന്തി ഉറങ്ങാൻ സ്ഥലമായി. ഇനി ഇവിടെ നിന്നിട്ട് വേണം കാര്യങ്ങളൊക്കെ വിചാരിച്ച രീതിയിൽ നീക്കാൻ. അങ്കിളെ നമസ്കാരം. പറഞ്ഞ പോലെ ഞാനിങ്ങെത്തി. ഞാൻ നമ്മുടെ ജോൾസിനെ പോയി കണ്ടിരുന്നു. അപ്പോഴേ ഇന്ന് 8 മണിക്ക് ശേഷം ഗൃഹപ്രവേശനത്തിന് അത്യുത്തമെന്നാ അയാൾ പറഞ്ഞേ. അതുകൊണ്ടാ പിന്നെ ഞാൻ രാവിലേക്ക് പോകുന്നത്. സമയം തെറ്റിയ പിന്നെ വല്ല ദോഷം സംഭവിച്ചാലോ? ഗഗൻ, എന്താ ഇതൊക്കെ? എന്താ ഇതൊക്കെയെന്ന് ചോദിച്ചാ ഇതൊക്കെ എന്റെ സാധനങ്ങളാങ്കിൽ. ഇനിയിപ്പോ ഞാനിവിടെ നിങ്ങളുടെ കൂടെ ആണല്ലോ താമസം. അപ്പൊ കുറച്ച് സാധനങ്ങളും എന്റെ ഡ്രസ്സും ചില്ലറ കിടിപിടികളും എല്ലാം ഉണ്ട്. വിക്രമൻ ചേട്ടാ, എന്താ അതും കൊണ്ട് ഇങ്ങനെ മിഴിച്ചു നിൽക്കുന്നേ? സാധനങ്ങളെല്ലാം അകത്തുകൊണ്ട് വയ്ക്ക്. അല്ല, ഏത് മുറിയാ ഗഗന സൗകര്യം എന്ന് അറിഞ്ഞിട്ട് വെക്കാമല്ലോ എന്ന് കരുതി. ആ പെങ്കൊച്ചിന്റെ മുറി തന്നെ വെക്കട്ടെ. ഇതൊന്നും ഇവിടെ പറ്റില്ല.